കഴിയില്ല. കുഞ്ഞികൃഷ്ണനെ തന്നെ പിന്തുണയ്ക്കാമെന്ന UDFിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ കേരളം ശരിവെക്കുന്നു. പയ്യന്നൂരിലെ ജനങ്ങൾ ശരിവെക്കുന്നു. അത് വലിയ തിരിച്ചടിയായി മാറുന്നു CPIM-ന്. ഒരുപക്ഷെ ഇവിടെ മറ്റേതൊക്കെ നേതാക്കൾ വിജയിച്ചു കയറിയാലും കണ്ണൂരിലെ കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം, കണ്ണൂരിലെ കോട്ടകൾ തകർത്തെറിയാൻ ഇപ്പോൾ UDFിന് കൂടി സാധിക്കുന്നു എന്നത് അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ തിരുത്തലുകളെ കുറിച്ച് കൂടി ആലോചിക്കേണ്ട വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പയ്യന്നൂരിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും, തളിപ്പറമ്പിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും. തിരുത്തുന്നത് എങ്ങനെയെന്നത് പോലും CPM-ന് വെല്ലുവിളിയാവുന്ന സാഹചര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ പറ്റില്ല. വിമത പ്രവർത്തനം നടത്തിയ പല മുഖങ്ങളെയും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പിലടക്കം. പക്ഷേ സംഭവിക്കുന്നത് ഒന്നല്ല ഒന്നിലധികം മണ്ഡലങ്ങളിൽ തോൽവിയായും തിരിച്ചടിയുമായും ഭൂരിപക്ഷത്തിലടക്കം തിരിച്ചടിയുമായും പ്രതിഫലിക്കുമ്പോൾ എന്ത് നടപടി ഇനി തിരുത്തേണ്ടത് തന്നെയല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്ന സാഹചര്യമാണ്. പാലയിൽ വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷ് സാധ്യതയുണ്ട്. ഒരു പഞ്ചായത്ത് കൂടി അവശേഷിക്കുന്നു. ഭൂരിപക്ഷം കുറയുന്നു. 1829 വോട്ടുകളാണ്. ഒരുപക്ഷെ കാപ്പൻ വിജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയമായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. എലിക്കുളം പഞ്ചായത്തിലെ കൗണ്ടിംഗ് ആണ് ഇനി അവശേഷിക്കും. അതായത് വളരെ കൃത്യമായ മേൽക്കൈയോടുകൂടി ഇനിയും ഒരിക്കൽ കൂടി മാണി സി കാപ്പന് നിയമസഭയിലേക്ക് എത്താൻ പറ്റും. ഇതാ തിരുവനന്തപുരത്ത് CP ജോൺ മുന്നിട്ട് നിൽക്കുന്നു. 2000-ലധികം വോട്ടുകളുടെ മേൽക്കൈയാണ് ഇപ്പോൾ CP ജോൺ നേടുന്നത്. ഒരു ഘട്ടത്തിൽ കരമന ജയൻ രണ്ടാമതെത്തുകയും പിന്നീട് CP ജോണിനെ മറികടക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ കരമന സുധീർ എന്ന സിനിമാ താരം കൂടിയായിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥി ഇപ്പോൾ ചിത്രത്തിലില്ല. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയ സീറ്റിൽ അവിടെ ഇതാ ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതാണ് തിരുവനന്തപുരത്തിന്റെ ചിത്രം. അങ്ങനെ CP ജോൺ ഇപ്പോൾ 2000-ലധികം വോട്ടുകൾ ആണ് നേടിയിട്ടുള്ളത്. കോട്ടയ്ക്കലിൽ ഉൾപ്പെടെ UDFിന്റെ വിജയമാണ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ഏതാണ്ട് 25,000 വോട്ടുകൾക്ക് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇരുവിപുരത്ത് വിഷ്ണുമോഹൻ 8000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണന്റെ മുന്നേറ്റമാണ് കാണുന്നത്. 8000-ലധികം വോട്ടുകൾ. കോങ്ങാട് KA തുളസിയാണ് 5000-ലധികം 5700-ൽ വോട്ടുകൾ നേടിക്കൊണ്ട് മുന്നേറ്റം തുടരുന്നു. അങ്ങനെ വിജയ സാധ്യതകൾ, അതായത് ഇനിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിലും UDFിന്റെ ഒരു മേൽക്കൈ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിൽ പ്രകടമാകുന്നത്. പുതുപ്പള്ളിയിലെ എല്ലാ കൗണ്ടിങ്ങും എല്ലാ റൗണ്ടുകളും പൂർത്തിയായപ്പോൾ 52,907 ഏകദേശം 53,000-ഓളം വോട്ടുകളുടെ വിജയമാണ് ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം ലീഡ് അവിടെ ഉണ്ടാവുന്നത്. തൻ്റെ പിതാവിൻ്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വമ്പൻ വിജയം, പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മൻ UDFിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. മന്ത്രിസഭയിലേക്ക് അവരൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് നീക്കങ്ങൾ? അതൊക്കെ വരുന്ന മണിക്കൂറുകളിലെ ശ്രദ്ധേയമാണ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ ജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 14 റൗണ്ടും വോട്ടെണ്ണിയപ്പോൾ ബിന്ദു കൃഷ്ണ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ബിന്ദു കൃഷ്ണയുടെ കഴിഞ്ഞ 5 വർഷത്തെ അധ്വാനം ഫലം കണ്ടിരിക്കുന്നു. മുകേഷിനെതിരെ മത്സരിച്ച് തോറ്റ MLA ആയി 5 വർഷവും മണ്ഡലത്തിൽ ഓരോരുത്തരുടെയും അടുത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ചെന്ന തോറ്റ MLA എന്ന നിലയിൽ അവിടെ പ്രവർത്തനം മികച്ചതായിരുന്നു. മുകേഷിനെ മണ്ഡലത്തിൽ കാണാനില്ലാത്ത സാഹചര്യം വ്യക്തിപരമായിട്ടല്ല, കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനവിരുദ്ധവും വിദ്യാർത്ഥി വിരുദ്ധവും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു പോയ ഒരു ഗവൺമെന്റിനെതിരെ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കിട്ടിയ അംഗീകാരമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെയും ഈ ജനവിധിയെയും ഞാൻ കാണുന്നത്. ഇത് ജനങ്ങളുടെ അംഗീകാരവും ജനങ്ങളുടെ വിജയവുമാണ്. ഒരു റൗണ്ടിൽ പോലും മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല. അത്രയും വലിയ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പ്രായഭേദമായ വലിയൊരു പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വലിയൊരു സ്നേഹം ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം വലിയൊരു സ്നേഹം ബാലുശ്ശേരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.